ഒരു ദിവസം കത്തിക്കാനുള്ള പേപ്പർ കിട്ടി പുട്ടാലുമ്മാവന്റെ വീട്ടീന്ന്. ഞാൻ കത്തിക്കാനോ? അതെ, കത്തിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ വായിച്ചില്ല. ഇങ്ങുതാ, ഞാൻ വായിക്കാം. കത്തിക്കാനുള്ള പേപ്പർ ഉപയോഗിക്കേണ്ട വിധം: 1. പേപ്പറിൽ എയുടെ പേരെഴുതി കത്തിക്കുക. 2. ആ ചാരം ബിയുടെ തലയിലിടുക. പിന്നെ ബി ആരെ കണ്ടാലും എ ആണെന്ന് തോന്നും. NB ചാരം കഴുകിക്കളിഞ്ഞാൽ ഇഫക്റ്റ് പോകും. അത് കലക്കി, സൂപ്പർ. എന്ത് സൂപ്പർ! ചാരം തലയിൽ ഇടാൻ അവന്മാരെ കിട്ടണ്ടേ? ആരെ? എയും ബിയും. മണ്ട, അത് ഉദാഹരണം പറഞ്ഞതാ. ഞാൻ ക്ലിയറായി പറഞ്ഞു തരാം. കടലാസിൽ മായാവിയുടെ പേരെഴുതി കത്തിച്ചു എന്ന് വിചാരിക്ക്. കത്തിച്ചു അല്ല, വിചാരിച്ചു. എന്നിട്ട് നിന്റെ തലയിൽ ആ ചാരം ഇട്ടെന്ന് വിചാരിക്ക്. എന്റെ തല വേണ്ട. ചാരമിട്ടാൽ തുമ്മൽ വരും. ഉദാഹരണമാണടാ. അല്ലെങ്കിൽ വേണ്ട. ആ രാജുവിന്റെ തലയിൽ ഇടുന്നു. പിന്നെ രാജു ആരെ കണ്ടാലും മായാവി ആണെന്നേ വിചാരിക്കൂ. എന്നെ കണ്ടാലും? നിന്നെ കണ്ടാലും മായാവിയാണെന്ന് രാജു കരുതും. എടാ, ഒരു ഐഡിയ. അത് വെച്ച് ഒരു കളി കളിക്കാം. പിള്ളേരുടെ കൂടെ കളിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ലടാ, നീ ചാരം രാജുവിന്റെ തലയിൽ ഇടുന്നു. ഞാൻ അവന്റെ മുന്നിൽ ചെല്ലുന്നു. ഞാൻ മായാവിയാണെന്ന് വിചാരിച്ച് അവൻ കൂടെ പോരും. പിടിച്ചു വല്ല കൊക്കയിലും തള്ളാം. അതുവരെ അവൻ സംശയിക്കില്ല. ശരിയാ, സംശയിച്ചാൽ അവൻ ഒറിജിനൽ മായാവിയെ വിളിക്കും. എന്നാ പിന്നെ എഴുത് മായാവി. എഴുതി. ഇനി കത്തിച്ചോ, വൈകാതെ. അതോ രാജു, രാധ കൂടെ ഇല്ല. അതു നന്നായി. കാരണം ചാരം ഇട്ടാ പിന്നെ രാധയെ കണ്ടാലും രാജു മായാവിയാണെന്നേ കരുതൂ. നീ ഒളിച്ചു ചെന്ന് ചാരമിട്ടോ, എന്നിട്ട് ഞാൻ ചെല്ലാം. ലുട്ടാപ്പി ചാരമിട്ടു. ഇനി രാജുവിന്റെ മുന്നിലോട്ട് ചെല്ലാം. കുട്ടൂസിനെ കണ്ടപ്പോൾ മായാവിയാണ് എന്നാണ് രാജു വിചാരിച്ചത്. ഹായ് മായാവി. രാജു, നമുക്കൊന്ന് നടക്കാൻ പോയാലോ? രാധയെ വിളിക്കണ്ടേ മായാവി? രാധയെ പിന്നെ വിളിക്കാം. ഇവിടെ ഒളിച്ചിരിക്കാം. അയ്യോ, തവള! അവിടെ മായാവി. മണ്ടൻ ലുട്ടാപ്പി കൊളമാക്കി. എന്തോ കുഴപ്പമുണ്ട്. മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഹായ്, മായാവി അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അവരും മായാവി ആയിട്ടാ എനിക്ക് തോന്നുന്നത്. ഒറിജിനൽ മായാവി എത്തി. അത് കുട്ടൂസനും ലുട്ടാപ്പിയുമാ. മായാവിക്ക് കാര്യം മനസ്സിലായി. പേടിക്കേണ്ട, തല നന്നായൊന്ന് കഴുകി ചാരം കളഞ്ഞാൽ മതി. അതാ അവിടെയും മായാവി. അത് രാധയാ.